യേശുവിൽ സ്നേഹമുള്ളവരെ, നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെയെന്ന് കരുതുകയാണ്. അതിനായി പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ സുവിശേഷ വ്യാഖ്യാനത്തിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹോഷ്മളമായ സ്വാഗതം ആശംസിക്കുകയാണ്. നമ്മളെല്ലാവരും ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും പ്രായശ്ചിത്ത പ്രവൃത്തികളിലൂടെയും ഒക്കെ ഈ നോമ്പുകാലത്ത് സഞ്ചരിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ഇന്നത്തെ സുവിശേഷം വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 19 അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ്. നമുക്കെല്ലാവർക്കും സുപരിചിതമായ സക്കേവൂസിൻ്റെ മാനസാന്തര സംഭവമാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. ഈ സുവിശേഷത്തിൻ്റെ ആന്തരികാർത്ഥത്തിലേക്ക് കടക്കുവാനും ചൈതന്യം നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാനും നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായി ശ്രമിക്കാം. ഈ സുവിശേഷത്തിൽ സക്കേവൂസിനെ യേശുവിനെ കാണുന്നതിൽ നിന്നും തടഞ്ഞ അല്ലെങ്കിൽ പ്രതിബന്ധമായി നിന്നത് ജനക്കൂട്ടമാണ്. ജനക്കൂട്ട നിമിത്തം യേശുവിനെ കാണുവാൻ സക്കേവൂസിന് സാധിച്ചില്ല. നമ്മൾ ഒരു ജനക്കൂട്ടത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് മറ്റുള്ളവരെ വിമർശിക്കുകയും യേശുവിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണോ എന്ന് ആത്മഗതം ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണിത്. രണ്ടാമത് വീണ്ടും സക്കേവൂസ് മരത്തിൽ നിന്നിറങ്ങി യേശുവിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ യേശു സക്കേവൂസിൻ്റെ ഭവനത്തിലേക്ക് പോവുകയാണെന്നറിഞ്ഞപ്പോൾ ജനമെല്ലാവരും പിറുപിറുത്തു, യേശുവിനെതിരെ പിറുപിറുത്തു. അപ്പോൾ നോക്കുക, അവിടെയും ജനക്കൂട്ടം ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് കേരള ജനത ഒന്നാകെ അക്രമാസക്തമായ ഒരു കൂട്ടമായി മാറിയിരിക്കുകയാണ്. ജനാധിപത്യം എന്ന് പറയുന്നത് എല്ലാ ജനങ്ങൾക്കും ശാന്തിയും സമാധാനവും സന്തോഷമൊക്കെ നൽകേണ്ട ഒരു സംവിധാനമാണ്. എന്നാൽ ഇന്ന് ജനാധിപത്യം എന്ന് പറയുന്നത് ഒരു ജനക്കൂട്ട ആധിപത്യമായി മാറിയിരിക്കുകയാണ്. ആരെയും എപ്പോഴും ആക്രമിക്കാനും ചോദ്യം ചെയ്യാനും വഴക്കടിക്കാനും ഈവൻ പോലീസുകാരെ പോലും തല്ലാനും തയ്യാറായി നിൽക്കുന്ന ഒരു ജനക്കൂട്ട മനസ്സാക്ഷിയാണ് ഇന്ന് കേരളീയ ജനതയ്ക്കുള്ളത്. നമ്മൾ അപകടകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കേരളത്തിൻ്റെ ഈ സൈക്കോളജി മാറേണ്ടതാണ്. ഇങ്ങനെയുള്ള സുവിശേഷങ്ങൾ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ തീർച്ചയായും അങ്ങനെയുള്ള ചില പ്രായോഗിക ചിന്തകൾ നമ്മുടെ സമൂഹത്തിൻ്റെ ചുറ്റുപാടിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സമൂഹത്തിൽ കൊണ്ടുവരുന്നത് വളരെ നല്ലതാണ്. യേശുവിൻ്റെ സാമീപ്യത്തിൽ, യേശുവിൻ്റെ സാന്നിധ്യത്തിൽ സക്കേവൂസ് പറയുകയാണ്, എൻ്റെ വസ്തുവിൽ പകുതി ഞാൻ പാവങ്ങൾക്ക് സംഭാവന ചെയ്യുന്നു. എന്തെങ്കിലും വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 1/4 ഞാനത് തിരികെ കൊടുക്കുന്നു. പ്രിയപ്പെട്ടവരെ, പല ആൾക്കാരും ചോദിക്കാറുണ്ട്, കഴിഞ്ഞ കാലങ്ങളിലെ ഒരുപാട് കുറ്റകൃത്യങ്ങൾ, പാപങ്ങൾ എല്ലാം കുമ്പസാരിച്ച് പാപമോചനമൊക്കെ പ്രാപിച്ചു. പക്ഷേ എപ്പോഴും അവയെക്കുറിച്ചുള്ള ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നു. അങ്ങനെയുള്ള ഓർമ്മകൾ ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് വരാതിരിക്കണമെങ്കിൽ നമ്മൾ പാപങ്ങൾക്ക് ദൈവത്തിൽ നിന്നും ക്ഷമ കിട്ടിയാൽ മാത്രം പോരാ, ആവശ്യമായിട്ടുള്ള പരിഹാരം കൂടി അതിനനുഷ്ഠിക്കണം. അതുമാത്രമല്ല, നമ്മൾ കൂടുതലായ നന്മ പ്രവർത്തികളാൽ നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ഓർമ്മയെ എപ്പോഴും സമ്പന്നമാക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മുടെ പഴയ പാപങ്ങളൊന്നും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരികയില്ല. അപ്പോൾ കൂടുതൽ നന്മ ചെയ്ത് ജീവിക്കാനുള്ള ഒരു ആഹ്വാനം കൂടിയാണ്. തിന്മ ചെയ്യാതിരിക്കാൻ മാത്രമല്ല, നന്മ ചെയ്യാൻ കൂടിയുള്ള നല്ലൊരവസരമായി ഈ നോമ്പുകാലത്തെ കണക്കാക്കുക. യേശു സക്കേവൂസിൻ്റെ പ്രവൃത്തിയെ ശ്ലാഘിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, ഞാൻ പശ്ചാത്താപത്തിന് പാപികളെ അന്വേഷിച്ചാണ് വന്നിരിക്കുന്നത്. ഇവനും അബ്രഹാത്തിൻ്റെ പുത്രനാണ്. പാപികളോട് ക്ഷമിക്കുക, 7 പ്രാവശ്യം ക്ഷമിക്കുക എന്നുള്ളതാണ് നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്ന മാതൃക. പ്രിയപ്പെട്ടവരെ, നമുക്കും നമ്മുടെ സമൂഹത്തിൽ നമ്മളോട് ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ
അവരോട് പൂർണ്ണമായി ക്ഷമിക്കാം. ദൈവത്തിൻ്റെ കൃപയിൽ കൂടുതലായി ആശ്രയിക്കാം. ഈ നോമ്പുകാലത്ത് നല്ല ഒരു ക്രൈസ്തവ മനസ്സാക്ഷി രൂപീകരിച്ച് ജീവിക്കുവാൻ ശ്രദ്ധിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കും. ആമേൻ.